ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഈ ഒരു സ്വേച്ഛാധിപണി ടാസ്കുകളിൽ ഗെയിം 1 അവസാനിക്കാതെ ഗെയിം 2ലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് ഗെയിം മാച്ച് സ്റ്റിക്സ് ഒരറ്റത്ത് വെച്ചിട്ട് ആ ഒരു ബൗളിലേക്ക് അടിച്ചിട്ടാക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ടേബിളിന്റെ ഒരറ്റത്തേക്ക് വെച്ചിട്ട് അതിങ്ങനെ കൈകൊണ്ടാക്കിയിട്ട് സ്നാപ്പ് ചെയ്ത് വിടണം. വളരെ മികച്ച രീതിയിൽ തന്നെ ഷാനവാസ് ആ ഒരു ടാസ്ക് പൂർത്തിയാകുന്ന കാഴ്ചയാണ് കണ്ടത്. അധികം സമയമൊന്നും എടുത്തില്ല. ഗെയിം 2 ഇത്തിരി ടഫ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ബോൾട്ടുകൾ അറേഞ്ച് ചെയ്തൊരു ടവർ പോലെ വെക്കണം. കൈകൊണ്ട് വെക്കാൻ പാടില്ല. ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് വേണം ബോൾട്ട് അറേഞ്ച് ചെയ്യാൻ. ആദ്യം പിന്നെ അത് ചെയ്യാൻ നോക്കി, പഠിച്ച പണി 18 നോക്കിയിട്ട് പറ്റാത്തതിനാൽ ആര്യം വന്നു. ആര്യം കുറെയൊക്കെ ചെയ്തു, എന്നിട്ട് പിന്നീട് അത് ഇടിഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ് റെന വന്നു, റെനയെ കൊണ്ടും പറ്റിയില്ല. എന്നിട്ട് വീണ്ടും ആര്യം ട്രൈ ചെയ്തതിനു ശേഷം അനീഷും അക്ബറും ഒക്കെ കളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇവരാരെ കൊണ്ടും ഇത് ഈ ഒരു ടാസ്ക്, ഈ ഒരു ഗെയിം ഫസ്റ്റ് റൗണ്ട് പോലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ ആ ഒരു ബോൾട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അത് ആയിപ്പോവും. അപ്പൊ അതങ്ങനെ വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. കൈ കൊണ്ട് പ്ലേസ് ചെയ്യാതെ നേരെ ഇരിക്കത്തില്ല. പിന്നെ ബിഗ് ബോസ് ആണെങ്കിൽ അതിലും വലിയ ടീമാണ്. അത് ഈ സ്റ്റിക്ക് കൊണ്ടാണല്ലോ അറേഞ്ച് ചെയ്യുന്നത്. സ്റ്റിക്കിന്റെ അറ്റത്ത്, ഈ ഇപ്പുറത്തെ അറ്റത്ത് കൈ പിടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് കൈ അകത്തി വേണം പിടിക്കാനെന്ന്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ബിഗ് ബോസ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടാസ്ക് ഇവർ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സെക്കൻഡ് ഗെയിമിന്റെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പെട്ട് നിൽക്കുകയാണ് നമ്മുടെ അടിമകള്. ഷാനവാസ് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ക്യാപ്റ്റൻ അപ്പാനി ശരത്ത് അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.